ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനാസ് വേഡിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഞ്ഞി പോലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ പൊടിയെ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കാം. ചോറിന് പകരം നിങ്ങൾക്ക് അവിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വെള്ള അവിലായിരുന്നാലും ചുവന്ന അവിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ ടീസ്പൂണിൽ തന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത പാത്രത്തിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറ് കഴുകി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഇളക്കി കൊടുക്കലിലാണ് നമ്മുടെ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി ഒന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ 1 മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 1-2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ കലക്കി ഒന്ന് സ്പൂൺ വെച്ചൊക്കെ ഒന്ന് അടിച്ച് പതച്ച് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. അത് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ബബിൾസ് ഒന്നും പോവാത്ത രീതിയിൽ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ബബിൾസ് ഒന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ പതുക്കെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അപ്പച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് കോരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു കയ്യിൽ മാവ് ഞാൻ കോരി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 30 സെക്കൻഡ് ഇതൊന്ന് അടയ്ക്കാതെ വെച്ചിരിക്കണം. നിറയെ ഹോൾസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നിറയെ ഹോൾസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച് അടച്ച് വയ്ക്കുക. അതിനുശേഷം 2 മിനിറ്റ് നമുക്കിന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ അപ്പോൾ ഇവിടെ റെഡിയായി. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതാ മൊത്ത പലഹാരവും ഞാൻ ചുട്ടെടുത്തു. നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഞാൻ 1 കപ്പ് മാവിൽ നിന്ന് ഒരു 7 എണ്ണം ചുട്ടെടുത്തേ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.
അപ്പോൾ ഇതിൽ നിന്ന് ഒന്നെടുത്ത് പിളർന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റുമാണ്, ഉള്ളിൽ നല്ല അരോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്